നമസ്കാരം. കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ യുഗത്തിന് അന്ത്യമാവുകയാണ്. കുടിയേറ്റക്കാരുടെ പറുദീസയായി കാനഡയെ മാറ്റിയ നേതാവാണ് പടിയിറങ്ങുന്നത്. 4 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത്. ട്രൂഡോക്ക് പകരം ആര് വന്നാലും കുടിയേറ്റ നിയമം കർശനമാക്കും എന്നതിൽ സംശയമില്ല. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിനെ വിഴുങ്ങിയ കാട്ടുതീ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയുയർത്തി. ലോകത്തെ അത്യാഡംബര പാർപ്പിടങ്ങളുള്ള ഹോളിവുഡിന്റെ ആസ്ഥാനം ചാരക്കൂനയായി മാറി. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്ത് അസിലേക്ക് സ്വാഗതം. അച്ഛന്റെ വഴിയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് പ്രധാനമന്ത്രി പദത്തിലെത്തിയ വ്യക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ. 2015 മുതൽ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച ഭരണമാണ് ട്രൂഡോ കാഴ്ചവെച്ചത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ളതാണ് എന്ന് ട്രൂഡോ തെളിയിച്ചു. കുടിയേറ്റക്കാരുടെ പറുദീസയായി കാനഡയെ മാറ്റി. ട്രൂഡോയുടെ കുടിയേറ്റ നയം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും പ്രയോജനകരമായിരുന്നു. 4.27 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത്. പക്ഷേ വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നു ട്രൂഡോയെ. 9 വർഷത്തെ ഭരണത്തിന് ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുന്നു. ലിബറൽ പാർട്ടി പകരമൊരു നേതാവിനെ തെരഞ്ഞെടുത്താലുടൻ ട്രൂഡോ സ്ഥാനമൊഴിയും. പാർട്ടിക്കുള്ളിൽ തന്നെ അനേകം യുദ്ധങ്ങൾ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ താൻ അനുയോജ്യനായ സ്ഥാനാർത്ഥിയല്ല എന്ന് പറഞ്ഞാണ് ട്രൂഡോയുടെ പടിയിറക്കം. ട്രൂഡോയുടെ നയങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ അതിന് പണച്ചെലവ് കൂടുതലുമായിരുന്നു. ആ സമവാക്യം തെറ്റിയപ്പോൾ ഒപ്പം നിന്ന് കാര്യം നേടിയവർ തന്നെ ട്രൂഡോയെ ഒറ്റി. തൊഴിലില്ലായ്മയും പാർപ്പിടക്ഷാമവും രൂക്ഷമായതോടെ കുടിയേറ്റത്തെ എതിർക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് ജനപിന്തുണ വർദ്ധിച്ചു തുടങ്ങി. ഈ സമയം ജഗ്മീത് സിംഗ് പാലൂട്ടിയ കൈക്ക് കൊത്തി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്രൂഡോ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നതായി ജഗ്മീത് സിംഗ് അറിയിക്കുകയായിരുന്നു. കുടിയേറ്റം മൂലമുള്ള പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ട്രൂഡോയുടെയും അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിയുടെയും തലയിൽ കെട്ടിവെച്ച് കൈകഴുകുകയായിരുന്നു ജഗ്മീത് ചെയ്തത്. ഇപ്പോൾ ലിബറൽ പാർട്ടിയിലെ മറ്റു നേതാക്കളും പ്രശ്നങ്ങളെല്ലാം ട്രൂഡോയുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. ഈ വർഷം ഏതായിരുന്നാലും പൊതു തെരഞ്ഞെടുപ്പ് നടക്കും. ട്രൂഡോക്ക് പകരം ഇനി ആര് ലിബറൽ പാർട്ടിയെ നയിക്കും എന്നറിയാൻ 2 മാസം കൂടി കാത്തിരിക്കണം. ആര് വന്നാലും ട്രംപ് എന്ന വലിയ വെല്ലുവിളിയെ നേരിടേണ്ടി വരും. കൺസർവേറ്റീവുകൾ അധികാരത്തിലേറിയാൽ കുടിയേറ്റ നിയമം കർശനമാക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് വൻ നാശം വിതച്ചത്. 4 ദിവസം കൊണ്ട് 10 പേർ മരിച്ചു. 34,000 ഏക്കർ കത്തിയമർന്നു. 10,000-ലേറെ കെട്ടിടങ്ങൾ കത്തി നശിച്ചു. 2 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സമുദ്രത്തിലേക്ക് ചാടുന്ന സെലിബ്രിറ്റികൾ, മിനിറ്റുകൾക്കുള്ളിൽ ചാരമായ മണിമാളികകൾ, ഹോളിവുഡ് സിനിമയെ തന്നെ വെല്ലുന്ന ദുരന്തം. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരും സെലിബ്രിറ്റികളും താമസിക്കുന്ന ഹോളിവുഡ് ഹിൽസ് കത്തിച്ചാമ്പലായപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായ യുഎസിന്റെ ഭരണത്തിന് ഒന്നും ചെയ്യാനായില്ല. ഒക്ടോബർ മുതൽ തെക്കൻ കാലിഫോർണിയയിൽ ശരാശരി ലഭിക്കേണ്ട മഴയുടെ 10% താഴെ മാത്രമാണ് ലഭിച്ചത്. ഇത് വരൾച്ചയ്ക്ക് സമാനമായ അവസ്ഥയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയത്. കാട്ടുതീ തുടങ്ങിയ സമയത്ത് 100 കിലോമീറ്ററിലധികം വേഗതയിൽ ആഞ്ഞടിച്ച ശക്തമായ കടൽക്കാറ്റ് തീപിടുത്തത്തിന്റെ വ്യാപനം വേഗത്തിലാക്കി. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റാ ആന കാറ്റാണ് വില്ലനായത്. രക്ഷാപ്രവർത്തനത്തിന് പ്രധാന തടസ്സമായതും ഈ കാറ്റായിരുന്നു. വരുന്ന 5 വർഷത്തിനുള്ളിൽ തന്നെ ശരാശരി ആഗോള താപനില 1.5 ഡിഗ്രിയിൽ എത്തുമെന്ന് ആഗോള കാലാവസ്ഥാ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ട് കാലം കുറയായി. 2100 ആകുമ്പോൾ ഇത് 2.7 ഡിഗ്രിയാകും. അതോടെ പിന്നെ ഭൂമിയിലെ മനുഷ്യവാസം തന്നെ അസാധ്യമാകും. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അവഗണിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരിടത്ത് കൊടും ചൂടാണെങ്കിൽ വേറൊരു വശത്ത് കൊടും തണുപ്പ് മനുഷ്യരെ കൊന്നുകൊണ്ടേയിരിക്കുന്നത്.